മരീചിക നീതിസാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചില അനാചാരങ്ങളെക്കുറിച്ച് തന്നെയാണ്. അത് ചില തിരുമേനിമാർ അല്ലെങ്കിൽ ചില ആൾക്കാർ ഒക്കെ പറയാറുണ്ട്, ശിവക്ഷേത്രത്തിൽ ചെന്ന് രക്ഷിക്കണമേ എന്ന് പറയരുത് എന്ന് ഒരു പുതിയൊരു സങ്കല്പം പൊതുവെ ചില തിരുമേനിമാരുടെ ഭാഗത്തു നിന്നും ചില ഭക്തന്മാരുടെ ഭാഗത്തു നിന്നുമൊക്കെ വരുന്നുണ്ട്. അത് പുതിയതായിട്ടുണ്ടായ ഒരു സംഭവമാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം വരെ ശബരിമലയ്ക്ക് പോകരുത് എന്നൊക്കെ പറയുന്നത് പോലെ ഈ 18 വർഷം പോയി തെങ്ങ് വെക്കുക എന്ന് പറയുമ്പം 18 വർഷം പോകുന്നവന് ഇടയ്ക്ക് ഇവൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും മരിക്കുകയില്ലേ. ഈ ശബരിമല തന്ത്രിമാരെന്ന് പറയുന്നത് ചേട്ടനിയന്മാർ ഒക്കെയാണ്, സഹോദരന്മാരുടെ മക്കളാണ്. ഇവരുടെ ആരെങ്കിലും മരിച്ചാൽ ഇവർക്ക് പുലവാലായ്മകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ 10 ദിവസം കഴിഞ്ഞ് 11ൻ്റെ അന്ന് ക്ഷേത്രത്തിൽ കയറി ഭഗവാനെ പൂജിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ചെല്ലുന്ന ഭക്തനാണ് ഇത്ര പാട്. അത് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരങ്ങ് പറഞ്ഞങ്ങ് ഇതിനെക്കുറിച്ച് പഠിക്കാതെ കണ്ട് പറഞ്ഞങ്ങ് തറച്ചങ്ങ് വെച്ചേക്ക്, അണി തറച്ച പോലെ. അപ്പം ഇവിടെ ശിവക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോവും, രക്ഷിക്കണമേ എന്ന് പറയാം. രക്ഷിച്ചല്ലോ, ഭഗവാൻ രക്ഷിച്ചു, അതാണ് ആൾക്കാർ പറയുന്നത്. രക്ഷിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദുഃഖങ്ങളും ഇല്ലല്ലോ. എന്തൊരു വിഡ്ഢിത്തരമാണെന്ന് നോക്കണം. മരിച്ചു കഴിഞ്ഞാൽ ദുഃഖങ്ങളില്ല. അപ്പം ഭഗവാൻ രക്ഷിച്ചു എന്നാണ്, നമ്മളെ അങ്ങ് വിളിച്ചു പരലോകത്തേക്ക്. ഇവൻ നല്ല സുഹൃതങ്ങളൊക്കെ ചെയ്ത് നല്ല വ്യക്തിയാണെങ്കിലല്ലേ ഇവൻ സ്വർഗത്തിൽ പോകത്തുള്ളൂ മരിച്ച്. ഇല്ലെങ്കിൽ ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഇവൻ നരകത്തിൽ പോവുകയല്ലേ. അപ്പോൾ അവനെ രക്ഷിച്ചു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഈ ശരീരം ഈ ആത്മാവിനെയും കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ദാനധർമ്മങ്ങളും സുഹൃതം ലഭിക്കുന്ന, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലല്ലേ ഇവന് സായുജ്യം വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യും? മരിച്ച് നരകത്തിൽ പോകും. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്ന് പറയുന്ന ഒന്ന് ശേഷിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആത്മാവിന് വേദനിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ ആരെങ്കിലും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ആളെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിക്രൂരമായിട്ട് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നമ്മുടെ മകനെയോ മകളെയോ ആയിക്കോട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ വടക്കേണ്ടിയിലൊക്കെ കണ്ടേക്കുന്ന പോലെ അതിക്രൂരമായ മർദ്ദനം നമുക്ക്. നമ്മുടെ ഹൃദയം, നമ്മളേറ്റവും സ്നേഹിക്കുന്ന അമ്മയായിക്കോട്ടെ, നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? ഹൃദയം പൊട്ടി പോകും, ചങ്ക് പൊട്ടിപ്പോകുന്ന വേദന. ഇത് നമ്മുടെ ശരീരത്തിൽ ആരും അടിക്കുകയോ ഞുള്ളുകയോ മാന്തുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായ വേദനയല്ല. ഇതെവിടെയാണ് വേദനിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം. നമുക്ക് പറയും നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്നു നമ്മൾ പറഞ്ഞത്. നമ്മുടെ ആത്മാവിനാണ് ഇത് വേദന എടുക്കുന്നത്. നമ്മുടെ ജീവാംശം എന്ന് പറഞ്ഞാൽ ആ ജീവനാണ്, നമുക്ക് ശരീരം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ആ ജീവനാണ് വേദന എടുത്തിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലേ? നമ്മുടെ ശരീരത്തിന് വേദനയല്ല. അതുപോലെ തന്നെ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകള്, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ അറിയപ്പെടുന്ന ഒരു ടൗണിൽ വെച്ചോ ആ ഒരു സഭയിൽ വെച്ചോ നമ്മളെ ഏറ്റവും നികൃഷ്ടമായ വാക്കുകൾ പറയും, ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞിട്ട് നമ്മളെ ആക്ഷേപിക്കുക. അത് വളരെ ചീത്തയാണ് പറയുന്നത്. ചീത്തയായ വാക്കുകളാണ് നമ്മൾ വിളിച്ച് പറയുന്നത്. നമുക്ക് കേട്ടുപോകാൻ പാടില്ലാത്ത വാക്കുകളാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം നുറുങ്ങും, നമുക്ക് അതിഭയങ്കരമായ വേദനയുണ്ടാകും, അല്ലേ? സഹിക്കാൻ പറ്റാത്ത വേദന. വീണ്ടും വീണ്ടും നമ്മളത് ഓർത്തോർത്ത് വേദനിക്കും, അല്ലേ? അപ്പോൾ കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ കേട്ടാലും കാണാൻ പാടില്ലാത്തവ കണ്ടാലും ആത്മാവിന് വേദനിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചിന്തിച്ചു നോക്കൂ. ശരീരത്തിനേൽക്കുന്ന ക്ഷതം മാത്രമല്ല വേദന, മനസ്സിനേൽക്കുന്ന മുറിവുകൾ തന്നെ വാക്കുകൊണ്ട് മുറിവുണ്ടാക്കാനും ഔഷധമാകുവാനും ഒരേ സമയം നമുക്ക് സാധിക്കും.
എങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ സ്നേഹത്തെയോ പണത്തെയോ ധനത്തെയോ നമുക്ക് നേടുവാൻ വേണ്ടി അത് പ്രയോഗിക്കുകയും ചെയ്യുക. ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് അയാളുടെ എളിയിലിരിക്കുന്ന പിച്ചാത്തി ആയുധം നമ്മുടെ പള്ളയ്ക്ക് കയറ്റാനും സാധിക്കും. ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. വാക്കാണ് ഒരാളെ ശ്രേഷ്ഠമാക്കുന്നതും താഴ്ത്തിക്കളയുന്നതും. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വാക്കിലൂടെയാണ് എല്ലായ്പ്പോഴും പ്രകടമാകുന്നത്. അതുകൊണ്ട് ഭഗവാനെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള വഴിയാണെന്ന് ചിന്തിക്കേണ്ട. പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥന മതി. എനിക്ക് ഇന്നത് വേണമെന്ന്, ഭഗവാനെ ഞാൻ പരീക്ഷ ജയിക്കണമേ, എനിക്ക് ജോലി മേടിക്കണമേ, എനിക്ക് കാറ് മേടിക്കണമേ എന്ന് പറയണ്ട. ഭഗവാനെ എനിക്ക് ശാന്തി നൽകണമേ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം നൽകണമേ ഭഗവാനെ എന്നൊറ്റ പ്രാർത്ഥനയിലെല്ലാമായി. കറണ്ട് ചാർജ് അടച്ചില്ലെങ്കിൽ ടെൻഷൻ, ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയാൽ ദുഃഖം, ജോലി ഇല്ലെങ്കിൽ ദുഃഖം, കടക്കാരൻ വിളിച്ച് ചീത്ത പറഞ്ഞാൽ ദുഃഖം, ഗ്യാസ് എടുത്തില്ലെങ്കിൽ ദുഃഖം, ഫോൺ ചാർജ് ചെയ്തില്ലെങ്കിൽ ദുഃഖം, രോഗം വന്നാൽ ദുഃഖം, അയ്യോ കാല ഒടിഞ്ഞാലും, ശത്രുക്കളുണ്ടായാലും, അയൽവക്കത്തുള്ളവനുമായിട്ട് അസഭ്യം പറഞ്ഞാലും ദുഃഖം. ഇങ്ങനെ എന്ത് സംഭവം, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലെങ്കിൽ പോലും ദുഃഖം. അപ്പോൾ എന്ത് സംഭവം, കറണ്ട് ചാർജ് അടച്ചില്ലെങ്കിൽ ദുഃഖം, പീസ് ഊരിക്കൊണ്ട് പോകും. അപ്പോൾ എല്ലാ ദുഃഖത്തിന് കാരണമാണ് അല്ലേ? അങ്ങനെ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ ദുഃഖത്തിനും കൂടെ ഇത് എണ്ണി പറയേണ്ട ഒറ്റ ഇത് പറഞ്ഞാൽ മതി. എനിക്ക് ശാന്തി നൽകണമേ. അപ്പോൾ ഈ ദുഃഖങ്ങളെല്ലാം അത് സമാധാനം വരണമെന്നുണ്ടെങ്കിൽ ഇവയ്ക്കെല്ലാം പരിഹാരം ഉണ്ടാകണമല്ലോ. അപ്പോൾ സമാധാനം ഉണ്ടായി. കേരളത്തിലെ പ്രമുഖമായ ഒരു ആത്മീയ കേന്ദ്രത്തിൻ്റെ ആത്മീയ നേതാവ്, ഇന്ന് ഏറ്റവും കേരളത്തിലെ പ്രശസ്തമാണ്. അവരെല്ലാവരെയും ഒരു ഒറ്റ വാക്കേ പറയാറുള്ളൂ, തോളിൽ ചെവിയിൽ ഒറ്റ വാക്കേ പറയാറുള്ളൂ, ചേർത്ത് നിർത്തിയിട്ട്. ഇപ്പം ഭാര്യയുടെ വിഷയമായിട്ടായിരിക്കും ചെല്ലുന്നത്, അതിരുതർക്കമായിട്ടായിരിക്കാം ചെല്ലുന്നത്, ബിസിനസ് പരമായിട്ടുള്ള വിഷയമായിട്ടായിരിക്കാം ചെല്ലുന്നത്. ഇങ്ങനെ ഓരോ സംഗതികളുമായിട്ടാണ് ഓരോ ഭക്തന്മാരും എത്തുന്നത്. അവരോടെല്ലാം പറയുന്നത് ഒറ്റ വാക്കേ ഉള്ളൂ, ഒക്കെ ശരിയാകും മക്കളെ, ഒക്കെ ശരിയാകും മക്കളെ. ഒക്കെ ശരിയാകും എന്ന് പറഞ്ഞാൽ നമ്മളെന്താ വിഷയങ്ങളുമായിട്ടാണ് അവിടെ ചെന്നിരിക്കുന്നത്, അത് പരിഹാരം ഉണ്ടാകുമെന്നാണ്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചറിയേണ്ട കാര്യമില്ല. ഒറ്റ വാക്കിൽ തന്നെ അതിന് ഉത്തരവും ഉണ്ടായി. അപ്പോൾ നമ്മൾ അബദ്ധങ്ങൾ കേട്ട് അതിനെ പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ വക ആയിട്ടുള്ള ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് അടിക്കാനും മറക്കരുത് എന്ന് അറിയിച്ചുകൊണ്ട് മറ്റൊരു ചാനൽ എപ്പിസോഡിൽ കാണാം.